പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുന്നേ തന്നെ പാർവതിയും ജയറാമും കേരളത്തിലേക്ക് എത്തിയിരുന്നു. ജയറാമിന് പലയിടങ്ങളിലായി മേളങ്ങളുണ്ടായിരുന്നു. പാർവതി വന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കും. ഒപ്പം മരുമകൾ താരിണിയെയും കൂട്ടി. നേരത്തെ തിരുവനന്തപുരത്തെത്തി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇരുവരും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താരകുടുംബം കഴിഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ അനുഗൃഹീതനായ ഒരു സംഗീത സംവിധായകൻ്റെ വീട്ടിലാണ്. അത് മറ്റാരുമല്ല, 14 വർഷം മുമ്പ് മൺമറഞ്ഞുപോയ MG രാധാകൃഷ്ണൻ്റെ തിരുവനന്തപുരം തൈക്കാടുള്ള വീട്ടിലാണ്. ആ വീടിൻ്റെ മുറ്റത്താണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ പാർവതിയും മരുമകൾ തരിണി കലിംഗരായരും പൊങ്കാലയിട്ട് ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ചത്. ആദ്യം ഇതാരുടെ വീട്ടുമുറ്റമാണെന്നും വീടാണെന്നും വീട്ടുമുറ്റമാണെന്നും ആർക്കും മനസ്സിലായിരുന്നില്ല. എന്നാൽ പഴമയുടെ ശൈലിയിൽ പണി കഴിപ്പിച്ച ആ വീട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ പൊങ്കാലയിട്ടു കഴിഞ്ഞ് പ്രസാദവുമായി വീടിനകത്തേക്ക് പാർവതി പോയപ്പോഴാണ് ഹാളിൽ നിറച്ചു വച്ചിരിക്കുന്ന MG രാധാകൃഷ്ണൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുമൊക്കെ കണ്ടത്. 4 വർഷം മുമ്പാണ് MG രാധാകൃഷ്ണൻ്റെ ഭാര്യ പത്മജ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ചെന്നൈയിൽ സൗണ്ട് എഞ്ചിനീയറാണ്. അതുകൊണ്ട് തന്നെ ജയറാമിൻ്റെ കുടുംബവുമായുള്ളതും അടുത്ത ബന്ധമാണ്. അങ്ങനെയാണ് പൊങ്കാലയ്ക്ക് വരുമ്പോഴുള്ള സൗകര്യം വീട്ടിൽ തന്നെ ഏർപ്പെടുത്താമെന്ന് കുടുംബം അറിയിച്ചത്. MG രാധാകൃഷ്ണൻ്റെ കുടുംബക്കാരും പൊങ്കാലയിട്ടിരുന്നു. മാത്രമല്ല, മുറ്റത്ത് പന്തലൊരുക്കി നാട്ടുകാരിൽ പലർക്കും വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ആദ്യം ഇത് ഒരു ഹോട്ടലിൻ്റെയോ മറ്റോ മുൻഭാഗമായിരിക്കുമെന്നാണ് പലരും കരുതിയത്. എന്നാൽ പിന്നീടാണ് ഇത് MG രാധാകൃഷ്ണൻ്റെ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന മേടയിൽ വീടാണ് ഇതെന്ന് മനസ്സിലായത്. മേടയിൽ വീട് എന്നാണ് MG രാധാകൃഷ്ണൻ്റെ ഈ വീടിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. വീട് ഇവിടെ വച്ചാണ് 4 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മജ മരണത്തിനു കീഴടങ്ങിയത്. ചിത്രകാരി, കഥാകൃത്ത്, നർത്തകി എന്നീ നിലകളിലെല്ലാം പത്മജ ശ്രദ്ധേയായിരുന്നു. ഹൃദ്രോഗബാധയെ തുടർന്ന് തൈക്കാട് മേടയിൽ വീട്ടിൽ നിന്നും രാത്രി സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും 2020 ജൂൺ 15 പുലർച്ചെ 1 മണിയോടെ പത്മജ മരിക്കുകയായിരുന്നു. MG രാധാകൃഷ്ണൻ്റെ സംഗീത ജീവിതത്തിലും നല്ല പാതിയായിരുന്ന പത്മജ അദ്ദേഹത്തിൻ്റെ മരണശേഷവും തലസ്ഥാനത്തെ സാമൂഹ്യ സാംസ്കാരിക ലോകത്തെ നിറസാന്നിധ്യമായിരുന്നു. പത്മജയ്ക്ക് ഒരു ഇരട്ട സഹോദരി കൂടി ഉണ്ടായിരുന്നു, ഗിരിജ. പത്മജ മരണത്തിനു കീഴടങ്ങും മുമ്പ് 6 മാസം മുമ്പായിരുന്നു ഹൃദ്രോഗബാധയെ തുടർന്ന് അവരും മരണത്തിനു കീഴടങ്ങിയത്. പല പ്രസിദ്ധീകരണങ്ങളിലായി എഴുതിയ കഥകൾ സമാഹരിച്ച് പുസ്തകമാക്കാനുള്ള ശ്രമത്തിനിടെയാണ് പത്മജയുടെ വിയോഗം സംഭവിച്ചത്. MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ചില ലളിതഗാനങ്ങൾ രചിച്ചത് പത്മജയായിരുന്നു. മകൻ രാജാകൃഷ്ണൻ ഈണമിട്ട മിസ്റ്റർ ബീൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയും ഗാനങ്ങൾ എഴുതി. ഉപകരണ സംഗീതത്തിലും പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ലോക്ക്ഡൌണിൽ നിന്നുള്ള അതിജീവന സന്ദേശമായി എല്ലാവരും ചൊല്ലണ എന്ന ഗാനം മൗത്ത് ഓർഗനിൽ വായിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. രാജാകൃഷ്ണനെ കൂടാതെ കാർത്തിക എന്നൊരു മകൾ കൂടിയുണ്ട് ഇവർക്ക്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.